Hi dear students, welcome to the final part of the chapter "And Then Gandhi Came." In this final part of the essay, Nehru tells us about Gandhi's dream about India, how India should be in future. What was the idea of India in which he was setting out to mold according to his own wishes and ideals? What was Gandhiji's wishes and ideals about the future of India? Gandhi had his own concepts of India in his mind. That's what Nehru tells in the final part of this chapter. In Gandhi's words, "I shall work for an India which the poorest shall feel it is their own country." ഗാന്ധിയുടെ വാക്കിലാണ് നമ്മൾ പറയുന്നത്. ഗാന്ധി dreamed an India where poorest shall feel it is their own country. Even the poor people should feel that India is their country. That was one of the dreams of Gandhi about India. Gandhi dreamed a classless society. അപ്പോൾ ഗാന്ധി ഒരു ക്ലാസ്ലെസ്, അതായത് സമ്പന്നനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാത്ത ഒരു ഇന്ത്യൻ സമൂഹത്തെയാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. ലൈക്ക് മാർക്സ് ആൻഡ് ബുദ്ധ. മാർക്സും ബുദ്ധനും ഗാന്ധിയൊക്കെ സ്വപ്നങ്ങളിൽ ഒന്നാണ്. അവരുടെ വഴികളിലാണ്, അവർ സഞ്ചരിച്ച വഴികളിൽ അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുത്ത മാർഗത്തിലൊക്കെയാണ് വ്യത്യാസമുള്ളത്. "I shall work for an India which all communities shall live in perfect harmony." Another dream, communal harmony. India faced അല്ലെങ്കിൽ still facing those issues like communal hatred, religious fundamentalism, religious fanaticism, etc. So Gandhi dreamed an India where all people live in perfect communal harmony. ഗാന്ധി സിനിമ കാണുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഭാഗം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഗാന്ധി സിനിമയുണ്ട് ചാടാറ്റിൻബറോട്. ആ ഗാന്ധി സിനിമയ്ക്കകത്ത് ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള വർഗീയ കലാപങ്ങൾ നടന്നിരുന്നു. ഹിന്ദു മുസ്ലിം ലഹളകൾ നടന്നിരുന്നു. അപ്പോൾ അത് ഗാന്ധിജി അത് നിർത്താൻ വേണ്ടിയിട്ട് സത്യാഗ്രഹം ഇരിക്കുകയാണ് ചെയ്യുന്നത്. സത്യാഗ്രഹം ഇരിക്കുന്നു. അപ്പോൾ ഗാന്ധിനെ ഒരു ഭാഗത്തേക്ക് പറഞ്ഞയക്കുന്നു. ഒരു ഭാഗത്തേക്ക് ബ്രിട്ടൻ്റെ ഗവർണർ ജനറലായ മൗണ്ട് ബാറ്റനെയാണ് പറഞ്ഞയക്കുന്നത് പട്ടാളത്തേക്ക്. പക്ഷെ മൗണ്ട് ബാറ്റനും പട്ടാളം പോയ സ്ഥലത്തൊക്കെ ലഹള കൂടി വന്നു. ഗാന്ധിയെ പറഞ്ഞെടുത്ത സ്ഥലങ്ങളിലൊക്കെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു. പിന്നീട് ഗാന്ധിയെ നിർത്താൻ വേണ്ടി ചെയ്തു സത്യാഗ്രഹം ഇരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒടുവിൽ ഗാന്ധി സത്യാഗ്രഹം ഇരിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഈ രണ്ട് മതസ്ഥരായ ആളുകളും അവരുടെ ആയുധങ്ങളൊക്കെ നിലത്ത് വെച്ചിട്ട് പോവുകയാണ്. പക്ഷെ അത് പോകുമ്പോൾ പറയണ്ടേ, ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല ഈ കലാപം അല്ലെങ്കിൽ ഈ ലഹള അവിടെ അവസാനിപ്പിക്കുന്നത്. നിങ്ങളെപ്പോലൊരു മനുഷ്യൻ ഞങ്ങൾ കാരണം എന്ത് ചെയ്യണ്ട, പട്ടിണി കിടക്കണ്ട അല്ലെങ്കിൽ സത്യാഗ്രഹിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആണ് അവർ പോകുന്നത്. ദാറ്റ് മച്ച് ഇൻഫ്ലുവൻസിങ് ഫിഗർ വാസ് ഗാന്ധി ഇൻ ഇന്ത്യ ദോസ് ടൈംസ്. So he aimed an India, a future India where people shall live in perfect communal harmony. There can be no room for the curse of untouchability or the curse of intoxicating drinks and drugs. Another thing was Gandhi was against untouchability. In India there was it was an evil in India those times. Untouchability still exists in the nook and corner of our society. നമ്മുടെ സൊസൈറ്റിയുടെ മുക്കും മൂലയിലൊക്കെ ആയിട്ട് ഇപ്പോഴും ഈ തൊട്ടുകൂടായ്മയും തീണ്ടലൊക്കെ ഇപ്പോഴും
പല ഭാഗത്തായിട്ടുണ്ട്. ഗാന്ധി വാസ് utterly against the evil called untouchability. ഗാന്ധിയുടെ പേരിലാണെന്ന് തോന്നുന്നു പാർലമെന്റിൽ തൊട്ടുകൂടായ്മയ്ക്കെതിരെയുള്ള നിയമം പാസ്സാക്കിയത്. Or the curse of intoxicating drinks and drugs. Gandhi also dreamed a drug-free India, an intoxicating drinks-free India. He was also against this kind of intoxicating drinks like liquor, drugs, chemical and natural drugs, etc. Gandhi dreamed an India in which women will enjoy the same right as men. Gandhi's another dream. India should be a country where women will enjoy the same right as men. Gender equality. Gandhi, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗാന്ധി വാസ് മിക്സിങ് modernism and tradition in an amazing way. അദ്ദേഹം പരമ്പരാഗതവാദിയായിരുന്നു, എന്നാൽ അതിനൊപ്പം തന്നെ അല്ലെങ്കിൽ പാരമ്പര്യവാദിയായിരുന്നു, അതിനൊപ്പം തന്നെ പക്ഷേ അദ്ദേഹം ആധുനികതയുടെ എല്ലാ ഫീച്ചേഴ്സും ഇന്ത്യൻ സൊസൈറ്റിയിൽ മിക്സ് ചെയ്യാൻ, അതിനെ കൂട്ടിച്ചേർക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. Because India is generally a patriarchal society, a male-dominant society. But Gandhi dreamed an India in which women will enjoy the same right as men. ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളെന്നെ ആലോചിക്കുക, ഗാന്ധിയുടെ ഇന്ത്യ ആണോ എന്ന്, ഗാന്ധി അല്ലാത്ത ആളുകളുടെ ഇന്ത്യ ആണോ എന്ന് നമുക്ക് നിലവിലുള്ളത് എന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാവും. Proud of his Hindu inheritance as he was, he tried to give to Hinduism a kind of universal attire. Gandhi was proud of his Hindu inheritance. At the same time, he was giving Hinduism a universal, a kind of universal attire. Attire means dress. Here means എല്ലായിടത്തും ഉള്ളൊരു പരിവേഷം ഹൈന്ദവതയ്ക്ക് കൊടുക്കുകയാണ് ഗാന്ധി ചെയ്യുന്നത്. ഹി വാസ് പ്രൗഡ് ഓഫ് ഹിസ് ഹിന്ദു ഇൻഹെറിറ്റൻസ്. ഇതാണ് ഗാന്ധിക്കെതിരെയുള്ള വിമർശനമായിട്ട് ഡോക്ടർ അംബേദ്കർ പോലുള്ള പ്രമുഖർ ഉദ്ദേശിക്കുന്നത്. ഗാന്ധി വാസ് എസെൻഷ്യലി എ ബ്രാഹ്മിൻ എന്നാണ് അംബേദ്കർ ഗാന്ധിക്കെതിരെയുള്ള വിമർശനമായിട്ട് അദ്ദേഹത്തിൻ്റെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന പുസ്തകത്തിൽ പറയുന്നത്. ഗാന്ധി മാത്രമല്ല, ഇപ്പോൾ റീസെൻ്റ്ലി അരുന്ധതി റോയ് ഓൾസോ ക്രിട്ടിസൈസ്ഡ് ഗാന്ധി ഫോർ ബീയിങ് ബ്രാഹ്മണിക്കൽ, ഹൈലി ബ്രാഹ്മണിക്കൽ. ഓക്കെ, ബട്ട് ഇതൊക്കെ തന്നെ ആയാലും നമ്മുടെ ചരിത്രത്തിൽ we don't know a leader that much influenced Indian society as Gandhi. We cannot see a person, a leader influenced India that much as Gandhi. According to Gandhi, our culture is neither Hindu nor any other. It is a fusion of all. ഇവിടെ ഒരു neither Hindu nor Islam എന്തായാലും തോന്നുന്നു. ഓക്കെ, അപ്പോൾ our culture is neither Hindu nor Islam or any other. It is a fusion of all. Indian culture is not a single culture. It has no single entity. ഇത് അടിസ്ഥാനപരമായ ഇതൊരു ഹൈന്ദവ സംസ്കാരം മാത്രമല്ല, അല്ലെങ്കിൽ ഇതൊരു ഇസ്ലാമിക സംസ്കാരമുള്ള രാജ്യമല്ല. India is a fusion of all. India is a fusion of different cultures. ഒരുപാട് സംസ്കാരങ്ങൾ ചേർന്ന ഒരു സംസ്കൃതിയാണ് ഇന്ത്യയുടേത് എന്നാണ് ഗാന്ധിയുടെ വീക്ഷണം. Even though he was proud of his Hindu inheritance. Again he said, I want the culture of all lands to be blown about my house as freely as possible, but I refuse to be blown off my feet by any. Gandhi respect other cultures. Culture is I don't know how people think about the term culture. എനിക്കറിയില്ല അതെങ്ങനെയാണ് ഈ ജനങ്ങൾ സംസ്കാരം എന്ന ഇതിനെ കാണുന്നത്. പക്ഷേ കൾച്ചർ ഈസ് എ ഫ്യൂഷൻ ഓഫ് ഓൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ സംസ്കാരം അതിനൊരു ഏകമാനമായൊരു ഐഡൻറ്റിറ്റി ഒന്നുമില്ല.
പലതരം സംസ്കൃതികൾ ഇവിടെ വന്നു പോയി, പലതരം സംസ്കാരങ്ങൾ തമ്മിൽ ഇടപെട്ട് അവ തമ്മിൽ വിനിമയങ്ങൾ നടന്ന് ഉരുത്തിരിയുന്ന ഒന്നാണ് ഒരു സംസ്കാരം. ഒരു സംസ്കാരത്തിൽ ഒരു പ്രത്യേക സംസ്കാരം നല്ലത്, അല്ലെങ്കിൽ അതിലൊരു പ്രത്യേക സംസ്കാരം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത്, അതിനാണ് ഫണ്ടമെന്റലിസം, മൗലികവാദം എന്നൊക്കെ നമ്മൾ പറയാം. അപ്പോൾ ഗാന്ധി വാസ് റെഡി ടു വെൽക്കം ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്, ബട്ട് he was not ready to give up Indian culture. അതാണ് ആദ്യം പറഞ്ഞത്. മറ്റു സംസ്കൃതികളൊക്കെ എൻ്റെ വീട്ടുമുറ്റത്ത് വന്നോട്ട് അതിനൊന്നും എനിക്കൊരു വിരോധമില്ല, പക്ഷേ എൻ്റെ കാലടി അല്ലെങ്കിൽ എൻ്റെ ഫീറ്റ് എൻ്റെ സംസ്കാരത്തിൽ നിന്ന് തിങ്ങിമാറാൻ ഞാൻ സമ്മതിക്കില്ല എന്നാണ്. In short, Gandhian thoughts fascinated the masses of India and attracted them like a magnet. Gandhian thoughts attracted the Indian population, Indian masses of India, and it attracted them like a magnet. കാന്തിക ശക്തി പോലെ ഗാന്ധിയുടെ ചിന്തകൾ ഈ ഇന്ത്യൻ ജനതയെ വല്ലാതെ ആകർഷിച്ചു, അതിൽ നിർത്തിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി പറയാണ്. ഗാന്ധിയുടെ സ്വപ്ന, ഗാന്ധിസ് ഡ്രീംസ്, Nehru presents Gandhi's dreams during the end of the chapter. Towards the end of the chapter, Gandhi dreamed in a classless Indian society where the poor can enjoy, the poor can think it is their country. Gandhi dreamed a gender-free country. Gandhi dreamed a country without untouchability, the evil called untouchability. Gandhi dreamed a country where people living in perfect communal harmony. Okay, then he says that he was proud of his Hindu inheritance. He gives a universal attire to Hinduism, but at the same time he agrees that Indian culture is neither Hindu or Islamic. It is a fusion of all. He was ready to welcome other cultures. At the same time, he was very eager to preserve indigenous Indian culture. Then, in short, Gandhian thought fascinated the masses of India and attracted them like a magnet. Thank you. Have a nice day. See you again.